എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ടൊരു ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ ഇതിലേക്ക് 150 ഗ്രാം അളവിൽ ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇട്ടെടുക്കാം. ഇഞ്ചി കട്ട് ചെയ്യുമ്പോൾ ഒരേ ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതൊന്ന് വറുത്ത് കോരിയെടുക്കാനുള്ളതാണ്. അപ്പോൾ കനം കുറഞ്ഞ രീതിയിലാണ് ഇഞ്ചി കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കളർ മാറി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മറ്റുള്ള ഓയിലൊന്നും യൂസ് ചെയ്യാതെ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇഞ്ചി ഒരേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. പല രീതിയിലും ആയാൽ കനം കുറച്ചും കനം കൂടിയതൊക്കെ ഉണ്ടായി വരുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റില്ല. ഒരേ രീതിയിൽ തന്നെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളും. മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി ഏകദേശം കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ 50 ഗ്രാം അളവിൽ ചെറിയ ഉള്ളി ചെറുതാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിന് പകരം സവാളയൊന്നും എടുക്കരുത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് അളവിൽ തേങ്ങയും കൂടി ചിരകിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതാ നല്ലോണം കളറൊക്കെ മാറി നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ചട്ടിയിൽ നിന്നും ഇതൊന്ന് കോരി മാറ്റാം. അപ്പോൾ അതാ കോരി മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ ഇതേപോലെ തന്നെ അങ്ങ് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നമുക്ക് ഇത്രയും ആവശ്യമില്ല. അതിന് കുറച്ച് കോരി മാറ്റാം. ഇത്രയും മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കായപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ മസാലയുടെ പച്ചമണക്ക് മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കഴുകിയിട്ട് അതും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. പുളിവെള്ളം ഇതിലേക്ക് 1/4 കപ്പ് അളവിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇനി വെള്ളം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചുടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് അളവിൽ ഇതിലേക്ക് ചുടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. നമുക്കിത് നല്ല കട്ടിയിലായിട്ടാണ് കിട്ടണമെന്ന് വെച്ചെങ്കിൽ ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം.
അപ്പോൾ ഇഞ്ചിക്കറി നല്ലോണം തിളച്ച് കുറുകി വരുമ്പോൾ ഇതിലേക്ക് അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. മധുരം കൂടി പോവരുത്, ഈ അളവിൽ തന്നെ ശർക്കര എടുത്താൽ മതി. അപ്പോൾ ഇതൊന്നും കൂടി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്